ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് സുവോളജി ചാപ്റ്ററിലെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഇനി ഇങ്ങോട്ടുള്ള വീഡിയോകൾ വേണമെങ്കിൽ നമുക്ക് ദയവായി തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത പ്രാവശ്യം ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ മലയാളം വരുന്നതുകൊണ്ട് മലയാളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ആൻസർ ചെയ്താൽ പറ്റുന്ന രീതിയിലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് തരുന്നുകൊണ്ട് എഴുതാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതൊക്കെ വരും അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് കുറച്ച് 1 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് മാർച്ച് 2024 തുടങ്ങിയ ചോദ്യമാണ്. The system providing scientific name to components is called. എന്താണ് സയൻറ്റിഫിക് നെയിം പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുള്ള ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരുന്നത് ദ സിസ്റ്റം പ്രൊവൈഡിങ് നെയിം വിത്ത് 2 കമ്പോണൻസ്. എന്താണ് ഈ 2 രീതിയിൽ ചോദിക്കുക. ഇത് 2023 ചോദിച്ച ചോദ്യമാണ്. 2023 2024 ചോദിച്ച ചോദ്യമാണ്. ഇത് ദ സിസ്റ്റം പ്രൊവൈഡിങ് വിത്ത് 2 നെയിം കമ്പോണൻസ്. സെയിം ചോദ്യമാണ്. ഒരു ചോദ്യമാണ് 2 പ്രാവശ്യം ചോദിച്ചാകുന്നത്. 2023 2024 ചോദിക്കുകയാണെങ്കിൽ 2025 ഇംപ്രൂവ്മെൻറ്റിന് ചോദിക്കാം. അടുത്ത നമ്മൾ ചോദ്യം വന്നാൽ സയൻറ്റിഫിക് നെയിം ദ ലയൺ ഈസ് ഗിവൺ. ഇതാണ് ദ സയൻറ്റിഫിക് നെയിം ലയൺ ഈസ് ഗിവൺ ബിലോ വിച്ച് ഈസ് കറക്റ്റ്. ഇതുപോലൊരു ചോദ്യം 1 മാർക്കിന് ഷുവറാണ്. ഇതിൽ ഏതാണ് 2023 ചോദിച്ച ചോദ്യമാണ്. ഏതാണ് സയൻറ്റിഫിക് നെയിം ലയണിൻ്റെ സയൻറ്റിഫിക് നെയിം? എന്താണ് പാന്തേറ ലിയോ. എന്താണ് പാന്തേറ ലിയോ. നമുക്ക് അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം അറേഞ്ച് ചെയ്തു. ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക പരീക്ഷ നോക്കിയാലും നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാം. 2022 ചോദിച്ചിട്ട് മിക്കവാറും ഈ പ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ ഒരെണ്ണം തരും. അത് ഓർഡർ ആയിട്ട് എഴുതാൻ മതി. ഫസ്റ്റ് നമ്മൾ ക്ലാസ് ഓർഡർ. എന്താണ് ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ്. നിങ്ങൾ എന്തായാലും നോക്കി വെച്ചാൽ വളരെ എളുപ്പമില്ല പഠിക്കാൻ. ക്ലാസ് ഓർഡർ ഫാമിലി ജനസ് സ്പീഷ്യസ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ഇതാണ്. നിങ്ങൾ നോക്കി വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എക്സ്പാൻഡ് ദ ഫോളോയിങ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ മറ്റേ നോക്കണ്ട, ഈ ഒരു ചോദിക്കുക എക്സ്പാൻഡ് ദ ഫോളോയിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ്പാൻഡ് ദ ഫോളോയിങ്ങിൻ്റെ ഒരു ചോദ്യം 1, 2, 3 ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. നമുക്ക് കഴിഞ്ഞ +2 പരീക്ഷയിൽ ബയോളജിയിൽ ചോദിച്ചിരുന്നു. എന്തായാലും ചോദിക്കാത്ത പരീക്ഷകളില്ല. നമുക്ക് അടുത്ത PDF-ലാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ICBN. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കോ. എക്സ്പാൻഡ് ദ ഫോളോയിങ്. ICBN. ഇതാണ് ICBN ഇൻ്റർനാഷണൽ. ഞാൻ ഒന്ന് തുടർന്നെടുത്തോട്ടെ. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ? എന്താണ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അടുത്ത ICZN. ഇതാണ് ICZN ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇതാണ് ICBN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നമുക്ക് എന്തായാലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് 5-10 മിനിറ്റിനുള്ളിൽ കുറച്ച് നോക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വെരി വെരി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് മാർച്ച് 2025 ചോദിച്ചതാണ്. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നോക്കി വെച്ചോണം. എന്നൊക്കെ മോസ്റ്റ് റിപ്പീറ്റ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡാഷ്. എന്താണ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡാഷ് എന്ന് പറയുമ്പോൾ ടെക്സോൺ. അടുത്തത് ഇത് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ സുവോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. നോമൻക്ലേച്ചറിൻ്റെ കാര്യം ഒരു ചോദ്യം ഇല്ലാതെ പരീക്ഷയില്ല. വെരി 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 ഷുവർ. 2019 ചോദിച്ചതാണ്. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഡാഷ് എന്ന് ചോദിക്കും. കാർലസ്
കാർലസ് ലിനിയസ്, കറോളിയസ് ലിനിയസ് എന്നും പല രീതിയിൽ പറയാം. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ മതിയല്ലോ. കാർലസ് ലിനിയസ് സ്പെല്ലിംഗ് പഠിച്ചു വയ്ക്കുക. കാർലസ് എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാർലസ് ലിനിയസ്. ഓക്കെ, നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത്രയും ചോദ്യമാണ് അടിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇനി ആവശ്യം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പഠിച്ചത് 2018 ചോദിച്ചിട്ടുണ്ട്, അത് ഇമ്പ്രൂവ്മെൻറ്റ് ചോദിക്കുകയാണ്. അടുത്തതാ 2018 മാർച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാ 2017 ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻസ് ആണ് ഈ മക്കളെ ഞാൻ പറയാൻ പോണത്. ഇവിടെ ചോദിക്കുക 2022 ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതാണ് 2022 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്. ഇത് 2018 ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇത് 2017 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുവരും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ഇതിലോട്ട് പോവാം. ഇതാ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് നിർമ്മൽ പിണ്ടത്തിനെ പറ്റിയത്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്കിനി വരാൻ പോകുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബോക്സിലോട്ട് പറഞ്ഞ എഴുതാനുള്ള ചോദ്യമില്ലാത്ത ബയോളജി എക്സാമുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. കോമൺ നെയിം മാൻ, അതിൻ്റെ ജീനസ് എഴുതണം, അതിൻ്റെ സ്പീഷീസ് എഴുതണം, അതിൻ്റെ ക്ലാസ് എഴുതണം, അതിൻ്റെ ഫൈൽ എഴുതണം. ഇത് മാനാണ്. മാനിൻ്റെ ജീനസ് ഹോമോ, ജീനസ് ഹോമോയാണ്. സ്പീഷ്യസ് സാപ്പിയൻസ്. എന്താണ് മാൻ, ജീനസ് ഹോമോ. കാണാതെ പഠിച്ചോ, ഇപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പഠിച്ചോ. കോമൺ നെയിം മാൻ, അതിൻ്റെ ജീനസ് എന്ന് പറയുന്നത് എന്താണ് ഹോമോ, അതിൻ്റെ സ്പീഷ്യസ് സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ്. അടുത്തത് ക്ലാസ്. ഇങ്ങനെ ഓർക്കും നമ്മൾ എന്താണ് ജീനസ് സ്പീഷ്യസ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ സ്പീഷ്യസിൻ്റെ ജീനസിൻ്റെ നെയിം നമ്മളത് ഹോമോ, രണ്ടാമതൊന്ന് ജീനസിൻ്റെ സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ്. ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ക്ലാസ് മമ്മാലിയാണ് അതിൻ്റെ ക്ലാസ്. അതിൻ്റെ ഡാഷ് ദ ലാസ്റ്റ് ദ ഫൈലം കോഡേറ്റ എന്താണ് മാൻ, അതിൻ്റെ ഹോമോ സാപ്പിയൻസ്, മമ്മേലിയ, കോഡേറ്റ. ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പറയാൻ പറ്റും ചോദ്യം. ഇനി അങ്ങോട്ടുള്ള ആവശ്യമുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യും. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് ഞാൻ പറയാം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഒരു മാർക്കിന് നമുക്ക് ഇത് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ ചോദിക്കും. ഇതിലൊരു ചോദ്യം ഷുവർ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കിടക്കാം. ഇനി അങ്ങോട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. പ്ലീസ്, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ്, ബൈ.